ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് തായ്ലൻഡിലെ പട്ടായയിലാണ് കേട്ടോ. പട്ടായയിൽ ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ്. രണ്ടാമത്തെ ദിവസം ഉച്ച കഴിഞ്ഞിട്ടുള്ള ടൈമാണ്. നമ്മൾ സാഞ്ചുറി ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ഇപ്പം നമ്മൾ ഈ കാണുന്നില്ലേ, ഈ കാണുന്ന അമ്പലം അല്ലെങ്കിൽ കൊട്ടാരം അല്ലെങ്കിൽ ഒരു ഹൈന്ദവ ബുദ്ധ ക്ഷേത്രം എന്നൊക്കെ പറയാവുന്ന ഈ സ്ഥലത്ത് എത്തിയിരിക്കുന്നത്. ഇപ്പോഴും പണി തീരാതെ നടന്നുകൊണ്ടിരിക്കുന്നത്, പണി തീരാത്ത ഒരു കൊട്ടാരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതെ, നമ്മൾ മോർണിംഗ് സെഷനിൽ കോർലൈനിലാണ് പോയത്. മഴയായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. അതിനുശേഷം ഉച്ച കഴിഞ്ഞ് 2:30 ആയപ്പോഴത്തേക്കാണ് ഇവിടെ എത്തിയത്. ഇതിപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് നിർബന്ധമായിട്ടും ഹെൽമറ്റ് ധരിക്കണം. ഹെൽമറ്റ് നന്നായിട്ട് ടൈറ്റ് ചെയ്ത്, നമുക്ക് മുകളിലേക്കൊക്കെ നോക്കണമെങ്കിൽ നന്നായിട്ട് ഹെൽമറ്റ് ടൈറ്റ് ചെയ്ത് തന്നെ നമ്മൾ ധരിച്ചിട്ടാണ് നമുക്ക് അകത്തേക്ക് കയറ്റുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് നന്നായിട്ട് ഇൻസ്ട്രക്ഷനൊക്കെ തരുന്നു. ഗൈഡ് നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ പല പല ഭാഷയിൽ ഇത് ഗൈഡൻസ് തരാനായിട്ട് നമുക്ക് കൂടെ അവരുണ്ടാവും. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് സെക്ഷനിലാണ് കയറിയത്. 2:30 ഇംഗ്ലീഷ് സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ കൊണ്ട് പോവുകയാണ്. അതിൽ തടിപ്പാലമാണ്, അതൊരു തടിപ്പാലത്തെ കൂടെ ഇറങ്ങി ഇതാവർക്ക്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും വരുന്നവർക്ക് ഓരോ ഹെൽമെറ്റ് അവിടെ തന്നു വിടും. ഹെൽമെറ്റൊക്കെ ഇതിൻ്റെ ഫീസിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. നമുക്ക് ഇതിൻ്റെ അകത്ത് എൻട്രി ഫീ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഡേ ടൈമിൽ എൻട്രി ഫീ മുതിർന്നവർക്ക് 500 ബാത്തും ഇനി നൈറ്റിലാണെങ്കിൽ 700 ബാത്തുമാണ്. ഇതിപ്പോൾ അതേ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ സൈഡിൽ നിന്ന് പണി നടക്കുന്നു, ഓരോന്ന് കംപ്ലീറ്റ് ചെയ്തേക്കുന്നു, അങ്ങനെയൊക്കെയാണ്. ഗൈഡ് നമുക്ക് കറക്റ്റായിട്ട് നമുക്കത് പറഞ്ഞു തരും കേട്ടോ. ഇപ്പോൾ തന്നെ 3 pieces like this, then we just put it in together. Like you see, that is lock and not move anymore. Mostly we use for the ceiling inside dovetail. Next one here, this one, lap joint. Lap joint used for the wall like this and also for the floor like this inside the machine. Okay, and next one. The part like that, you see the brown one, that's what we call grasula in Thai. And after that we're going to copy the picture from the part like that to the wood again. You see, ഈ ഗൈഡ് നമ്മളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ള് മരം കൊണ്ട് പണിതിരിക്കുന്ന ഒരു കൊട്ടാരമാണ്, അല്ലെങ്കിൽ ക്ഷേത്ര സമുച്ചയം എന്ന് പറയുന്നത് ഫുള്ള് മരമാണ് ഇതിൽ ഉപയോഗിച്ചേക്കുന്നത്. ഈ മരത്തിൽ ആണി ഒന്നും ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഇത് ഒരു പ്രത്യേക ലോക്കിംഗ് സിസ്റ്റത്തിലൂടെയാണ് ഈ കൊട്ടാരം ഇത് മുഴുവൻ പണിതെടുത്തേക്കുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ പണി തുടങ്ങിയത് 1981 ഇതിൻ്റെ നിർമ്മാണം തുടങ്ങിയത്. 44 വർഷം, ഏകദേശം 44 വർഷം ആയിട്ടുണ്ട്. 2025 തീരുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അകത്ത് കയറുമ്പോൾ പണി തീർന്നു എന്ന് തോന്നും, പക്ഷെ ഓരോരോ സ്ഥലങ്ങളിൽ കൂടെ ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ നിർമ്മാണം തുടങ്ങിയത് ലെക് വിരിയഫാൻ എന്ന് പറഞ്ഞത് അങ്ങനെ തന്നെയാണ് തോന്നുന്നു. പ്രൊണൗൺസേഷൻ കറക്റ്റ് ആണോ എന്ന് അറിയത്തില്ല. അങ്ങനെയുള്ളൊരു വ്യവസായി, തായ്ലൻഡിലുള്ളൊരു വ്യവസായിയാണ് ഇതിൻ്റെ ഇത് തുടങ്ങിയത്. ഈ സാഞ്ചുറി ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ഈ സാഞ്ചുറി ഓഫ് ട്രൂത്ത് എന്നാണ് ഇതിൻ്റെ പേര്. സാഞ്ചുറി ഓഫ് ട്രൂത്തിൻ്റെ നിർമ്മാണം തുടങ്ങിയത്. ഇത് മുഴുവനും നമ്മൾ നേരത്തെ പറഞ്ഞില്ല, മരം കൊണ്ട് തന്നെയാണ് നിർമ്മിച്ചേക്കുന്നത്. ഇത് ഏതാണ്ട് ഒരു 13 ഹെക്ടർ സ്ഥലത്താണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു വിസ്തീർണം അല്ലെങ്കിൽ ഒരു ഏരിയ എന്ന് പറയുന്നത് 2115 മീറ്റർ സ്ക്വയർ ആണ്. ഫുള്ള് കൊത്തുപണികളാണ്. അത് ഈ ഹൈന്ദവാചാരപ്രകാരമുള്ളത്. ഇങ്ങനെ എനിക്ക് കറക്റ്റായിട്ട് അതൊന്നും പറഞ്ഞു തരാൻ അറിയത്തില്ല. ഇപ്പം അവർ പറഞ്ഞത് വെച്ച് നമുക്ക് മനസ്സിലായത് ഇത് ബുദ്ധമതത്തിൻ്റെയും ഹിന്ദു വിശ്വാസങ്ങളുടെയും രണ്ട് പ്രമേയങ്ങളും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ക്ഷേത്രത്തിൻ്റെയും കൊട്ടാരത്തിൻ്റെയും കൂടെ മിക്സ് ചെയ്ത് അങ്ങനെയുള്ള ഒരു മ്യൂസിയമാണ് അവർ ഉദ്ദേശിക്കുന്നതാണ് പറഞ്ഞത്. ഇത് പണിത് തീരുമ്പോഴത്തേനും അങ്ങനെയാവുമെന്നാണ് പറയുന്നത്. കറക്റ്റായിട്ട് എല്ലാത്തിൻ്റെയും ഇതെല്ലാം ഓരോരോ സിമ്പിൾസ് ഒക്കെ വെച്ചേക്കുന്നതിൻ്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കറക്റ്റായിട്ട്. നമുക്ക് ഇങ്ങനെ പിന്നെ വീഡിയോ എടുക്കുന്നതിനൊക്കെ കുറച്ച് പരിമിതികൾ ഉണ്ടായിരുന്നു. പക്ഷേ പണി നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് മുകളിലേക്കൊക്കെ നോക്കുമ്പോഴത്തേക്കും അതിനൊക്കെ കുറച്ച് അപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് കുറേയൊക്കെ വീഡിയോകൾ നമുക്ക് മിസ്സായിട്ടുണ്ട്. പിന്നെ കൃത്യമായിട്ട് അതിൻ്റെ അകത്തുനിന്ന് വെച്ചാൽ പ്രോപ്പറായിട്ടുള്ള വെട്ടം കാര്യങ്ങളൊക്കെ കുറവാണ്. അതെ ഇങ്ങനെയാണ് ഒരു ഡിം ലൈറ്റ് പോലെയാണല്ലോ. എന്താ പറയുക, ഒരു യെല്ലോ കളർ ലൈറ്റിംഗ് അങ്ങനത്തെ ഒരു സിസ്റ്റമാണ്. പിന്നെ പുറമെ നമുക്ക് അത് ഇങ്ങനെ നോക്കുമ്പോൾ പുറമെ പുഴയാണല്ലേ, ചുറ്റും ഒരു പുഴയാണ് വരുന്നത്. അതിന്റെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യണേ. ഇതായത് ഇങ്ങനെ സൈൻ ബോർഡുകളൊക്കെ ഉണ്ട് കേട്ടോ, കറക്റ്റായിട്ട് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ.
നല്ല ഭംഗിയാണ്. ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുന്നതായതുകൊണ്ടും പിന്നെ ഓരോരോ ഫോട്ടോ പോയിന്റുകളൊക്കെ ഉണ്ടല്ലേ അവിടെ. പക്ഷെ നമുക്കൊന്നും ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. എല്ലാവരും ഇത് കണ്ട ആ ഹെൽമെറ്റ് അതാണ് നന്നായിട്ട് ടൈറ്റ് ചെയ്താലാണെങ്കിൽ ഹെൽമെറ്റ് ഊർന്നു പോരും. അപ്പം നന്നായിട്ട് മോൾ ഭാഗത്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് നമ്മളെപ്പോഴും ഹെൽമെറ്റ് ധരിക്കണം. അത് നിർബന്ധമാണ്. നമ്മളിപ്പോൾ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കാൻ മുകളിലേക്കൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഹെൽമെറ്റ് ലൂസ് ആകുമ്പോഴത്തേക്കും അപ്പം തന്നെ നമുക്ക് ഇൻസ്ട്രക്ഷൻ തരും ടൈറ്റ് ചെയ്യാൻ പറഞ്ഞു. ടൈറ്റ് ചെയ്ത് അത് ഉപയോഗിക്കണം, ഹെൽമെറ്റ് വേണം. നിങ്ങൾക്ക് റിസ്ക് ആണെന്നൊക്കെ പറയുന്നു, പക്ഷെ കണ്ടിട്ട് അങ്ങനെ റിസ്ക് ഒന്നും തോന്നുന്നില്ല. മുകളിലൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്, അത് ഇവിടെയൊക്കെ പണി നടക്കുന്നതുകൊണ്ടാണ്. ഇത് മുഴുവൻ കൊത്തുപണികളാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടി, ഇതൊന്നും മെഷീൻ ഉപയോഗിച്ചല്ല, എല്ലാം കൈകൊണ്ടുള്ള വർക്കാണ്, എല്ലാം ഹാൻഡ് വർക്കാണ് ഇതിൽ മുഴുവൻ ചെയ്യുന്നത്. ഇത് നിങ്ങൾ തായ്ലൻഡ് വരികയാണെങ്കിൽ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് എന്ന് തന്നെ പറയാം ഇത്. കാരണം ഒരു വണ്ടേഴ്സിലൊക്കെ പെട്ടതെന്ന് പറയുന്ന രീതിയിൽ നമ്മൾ വന്ന് കാണേണ്ട കാര്യം തന്നെയാണത്. പിന്നെ ഒരു 2-3 മണിക്കൂർ 2 മണിക്കൂറൊക്കെ മതിയാവും, അത്രേ ഉള്ളതുള്ളൂ അതിന് പ്ലാൻ ചെയ്യാം. പിന്നെ ഇതിന് ചുറ്റും മറ്റേ ഇതിന്റെ ഉള്ളിൽ കൂടെയൊക്കെ മറ്റേ ആന, കുതിര സവാരികളൊക്കെ ഇതിന്റെ ചുറ്റും നടത്തുന്നുണ്ട്. അത് എല്ലാ സ്ഥലത്തും തന്നെ ഉണ്ടല്ലേ, മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ ആനപ്പുറത്തുള്ള സവാരിയൊക്കെ മിക്കവാറും സ്ഥലങ്ങളിലുണ്ട്. നമുക്കിപ്പോൾ അതൊരു പുതുമയല്ല, കാരണം നമ്മുടെ കേരളത്തിലൊക്കെ ഇഷ്ടംപോലെ ആനകളൊക്കെ ഉള്ളതുകൊണ്ട് അത് നമുക്കൊരു പുതുമയല്ല. പക്ഷെ വേറൊരു രാജ്യങ്ങളിൽ നിന്ന് വന്നവർക്ക് അതൊരു ഭയങ്കര ഒരു കാര്യമാണത്. ഫോറിനേഴ്സ്, പ്രത്യേകിച്ച് ഫോറിനേഴ്സിന്, നമ്മൾ ഫോറിനേഴ്സ് ആണല്ലോ ഇവിടെ. അതെ അതെ അതെ. പിന്നെ ആന തലയ്ക്ക് കൈ വെക്കുക, അവൻ്റെ തുമ്പിക്കൈ വെക്കുക, അങ്ങനെയൊക്കെയുള്ള ഫോട്ടോകൾ ഇപ്പോൾ നമ്മൾ നൂനുക് വില്ലേജിലാണെങ്കിൽ പോലും സഫാരി വേൾഡിലാണെങ്കിലും ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ. ഇതൊക്കെ നല്ല ഫ്രണ്ട് വ്യൂ ഉണ്ട്. എല്ലാ സ്ഥലങ്ങളും ഒരേപോലെ തന്നെ നമുക്ക് തോന്നുക. ഏത് സ്ഥലത്തു നിന്ന് എടുത്താലും ഒരേ വ്യൂ തന്നെ നമുക്കിതിൽ തോന്നുക കേട്ടോ. അതായത് ഒത്തിരി മുറ്റവും ഒക്കെ ആയിട്ടാണ് നല്ല ഭംഗിയിലാണ് അറേഞ്ച് ചെയ്തേക്കണേ. പണി തീരുമ്പോഴത്തേക്ക് എങ്ങനെയൊക്കെ ഇരിക്കും, എത്ര വർഷമൊക്കെ കഴിയുമെന്നൊന്നും നമുക്കറിയത്തില്ല. അതുപോലെയുള്ള പണികൾ അവിടെ നടക്കുന്നത്. ഇത് ഇവർ ഈ മ്യൂസിയത്തിൻ്റെ മേൽക്കൂര ഇപ്പോൾ അവർ പറഞ്ഞത്, നമുക്ക് മറ്റേ ഗൈഡിൻ്റെ ഇൻസ്ട്രക്ഷൻ വെച്ചത് പിതാവ്, അമ്മ, ഗുരു, രാജാവ്, പിന്നെ ആനത്തലയുള്ള ഗണപതി എന്നിവരോടുള്ള ബഹുമാനം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ 4 മുഖങ്ങളുള്ള ഹിന്ദു ബ്രഹ്മാവിൻ്റെ ഒരു പ്രതിമയൊക്കെയാണ് മുകളിൽ നിന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അങ്ങനെ കൃത്യമായിട്ടൊന്നും അറിയത്തില്ലാത്ത കാരണം അതൊക്കെ ഞങ്ങൾ കേട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. എങ്ങനെയായാലും അതായത് മോൾ ഭാഗമാണ് ഇത് കാണുന്ന. മുകളിൽ നിന്ന് ലൈറ്റിങ്ങിൻ്റെ നന്നായിട്ട് കുറവുണ്ട് കേട്ടോ. ഉള്ളിൽ അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു സിസ്റ്റം. ഇനിയിപ്പോൾ പണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ലൈറ്റിംഗ് ഒക്കെ പ്രോപ്പർ ആകുമെന്ന് വിചാരിക്കണോ അല്ലേ? അതെ അതെ. പിന്നെ ഇത് പറയുന്നത് ഇപ്പോൾ ഈ ക്ഷേത്രം അല്ലെങ്കിൽ കൊട്ടാരം എന്ന് പറയുന്നത് 4 മുഖങ്ങളാണെന്ന് പറഞ്ഞല്ലോ. അതിൽ ഓരോ ഹോളിലും ഒന്ന് ബുദ്ധനെ ഇത് ചെയ്യുന്ന രീതിയിലുള്ളത്, പിന്നെ മറ്റേ ഹോളിൽ ജ്യോതിശാസ്ത്ര തീമുകളൊക്കെയാണെന്ന് പറയുന്നു. അതായത് സൂര്യൻ, ചന്ദ്രൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണെന്ന് പറയുന്നു. പിന്നെ അടുത്ത ഹോളിൽ എന്ന് പറഞ്ഞാൽ ക്ലാസിക്കലായിട്ടുള്ള ഭൂമി, ജലം, കാറ്റ്, തീ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന സ്ഥലങ്ങളൊക്കെയാണെന്നാണ് പറയുന്നത്. പിന്നെ അടുത്തതിൽ പറയുന്നത് ഹിന്ദു ത്രിത്വമായ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, അവരുടെയൊക്കെ ശില്പങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. പിന്നെ അടുത്തൊരു ഹോളിൽ പറയുന്നത്, അതായത് പ്രധാന ഇതിൽ പറയുന്നത് കിഴക്കൻ മതസങ്കല്പങ്ങൾ എന്നൊക്കെയാണ് പറഞ്ഞത്. ജീവിതചക്രത്തെയും അങ്ങനെയൊക്കെ പറയുന്നത് എന്താണെന്നൊന്നും അങ്ങനെയൊന്നും വ്യക്തമല്ല. അവര് നമ്മളോട് എപ്പോഴും നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ്. ഓരോ സ്പോട്ടിൽ കൊണ്ട് നിർത്തിയിട്ട് അത് പറയുന്നുണ്ട്, ഒരെണ്ണം ഇതാണ്, ഇങ്ങനെയുള്ളതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതെ, ഇതിപ്പോൾ എന്തായാലും വന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ്. പിന്നെ ഇപ്പോഴും പണി നടക്കുന്നതുകൊണ്ട് ഇത്രയും നാളത്തോടുകൂടി ഇതിന്റെ കൺസ്ട്രക്ഷനുള്ള പൈസ തന്നെ കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് എൻട്രി ഫീ എന്ന് പറയുന്നത്, നമ്മൾ സാധാരണഗതിയിൽ എൻട്രി ഫീ എന്ന് പറയുന്നത് 500. അത് 2 സെക്ഷനായിട്ട് ഇവർ തിരിച്ചിട്ടുണ്ട്. അത് രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെയുള്ള സമയം എന്ന് പറഞ്ഞാൽ ഡേ സെക്ഷനാണ്. അതിൽ നമുക്ക് മുതിർന്നവർക്കുള്ളത് 500 രൂപ. ഇനി 500 ബാത്ത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏകദേശം ഞങ്ങൾ പോകുന്ന സമയത്ത് 2 രൂപ 55 പൈസ ആയിരുന്നു നമ്മുടെ ഇന്ത്യൻ റുപ്പി വരുന്നത്. നൈറ്റ്, അതായത് 6 തൊട്ട് 8 മണി വരെ പിന്നെ ഒരു അടുത്ത സെക്ഷനാണ്, അത് നൈറ്റ് സെക്ഷൻ എന്നാണ് പറയുന്നത്. അതിൽ കയറണമെങ്കിൽ 700 ബാത്ത്. ഞങ്ങളിത് ബുക്ക് ചെയ്തത് ക്ലൂക്ക് എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. ക്ലൂക്ക് എന്ന് പറയുന്ന ആപ്പിൽ കൂടെ ബുക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വന്നത് ഒരാൾക്ക് 380 ബാത്ത്, അതായത് നമ്മുടെ 120 ബാത്ത് കുറഞ്ഞു കിട്ടി. 120 ബാത്ത് നമുക്ക് കുറഞ്ഞു കിട്ടി. അപ്പോൾ നമ്മൾ ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അങ്ങനെ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ പൈസ കുറഞ്ഞ് നമുക്ക് കിട്ടുന്നുണ്ട്. ഒട്ടുമിക്ക ടിക്കറ്റുകൾ നമ്മൾ അങ്ങനെയാണ് ഞങ്ങൾ എടുത്തത്. മിക്കവാറും ക്ലൂക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ അഗോഡയിൽ ചിലപ്പോൾ ഓഫറായിട്ട് കിടപ്പുണ്ടാവും.
അല്ലെങ്കിൽ trip.com അതിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ ഓഫറായിട്ട് കിടപ്പുണ്ടാവും. അങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുമായിരിക്കും എപ്പോഴും നല്ലത്. ഡയറക്റ്റ് വന്ന് നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഇത്രയും പൈസ നേരിട്ട് വന്ന് നമ്മൾ അവിടുത്തെ കൗണ്ടറിൽ നിന്നാണ് ടിക്കറ്റ് എടുക്കണമെങ്കിൽ 500 ബാത്ത് ഡേ ടൈമിൽ കൊടുക്കണം, 700 ബാത്ത് നൈറ്റിനും കൊടുക്കണം. പിന്നെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ അവർ പറയുന്നുണ്ട്, ചില ഫോറിനേഴ്സിനൊക്കെ അവർ മേൽമുണ്ടൊക്കെ ഉടുപ്പിക്കുന്നുണ്ട്, ഇങ്ങനെ ഷാളൊക്കെ ഉടുപ്പിക്കുന്നുണ്ട്, പിന്നെ ഡ്രസ്സ് മാറ്റിക്കുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് ഉദ്ദേശിക്കുന്നില്ല, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പ്രോപ്പർ ഡ്രസ്സിങ് എഴുതി വെച്ചിട്ടുണ്ട്, കാലിന് താഴേക്കൊക്കെ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ കാണുന്നുണ്ട് ചിലവരൊക്കെ അങ്ങനെയൊക്കെ മുട്ടിന് മുകളിലേക്കുള്ള ഡ്രസ്സുകളൊക്കെ ഇടുന്നുണ്ട്. ഞങ്ങൾ ചിലരുടെ സമയത്ത് അത്രയ്ക്കധികം സ്ട്രിക്റ്റ് ആയിരുന്നില്ല, എന്നാലും കുറച്ച് പേരെയൊക്കെ ഷാൾ ഉടുപ്പിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയാന്ന് അറിയത്തില്ല. എന്തായാലും അവിടെ പോവുകയാണെങ്കിൽ അമ്പലം ഇതൊക്കെ ആയതുകൊണ്ട് ഒരു പ്രോപ്പർ ഡ്രസ്സിങ്, കുറച്ച് ലോങ് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ധരിക്കാനായിട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇത് ഇങ്ങനെയാണ് ആനയുടെ പുറത്ത് ഇവരിങ്ങനെ ഇതൊക്കെ കയറ്റി നല്ല നല്ല ഭംഗി. ഇതൊന്നും ഫ്രീ അല്ല കേട്ടോ, ഇതിനൊക്കെ ചാർജബിൾ ആണ്. അതെ എന്ത് തൊട്ടാലും ചാർജ് ആണ്. എന്തിന് ചെന്നാലും പൈസയുണ്ട്. പിന്നെ ഓരോരോ നമ്മളിപ്പോൾ ബോൾട്ടും ഗ്രാബൊക്കെയാണ് വണ്ടികൾ ബുക്ക് ചെയ്യുന്നത്, ഉപയോഗിക്കുന്ന ആപ്പുകളൊക്കെ. അതൊക്കെ ബുക്ക് ചെയ്താലും നമ്മളവിടെ ആദ്യം തന്നെ ചോദിക്കുന്ന ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവർ നമുക്ക് ടിക്കറ്റ് എടുത്ത് തരും, ഡ്രൈവേഴ്സ് എടുത്ത് തരും, അതിനും കമ്മീഷൻ ഉണ്ട് അവർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സഫാരി വേൾഡിലൊക്കെ പോകുമ്പോഴാണെങ്കിൽ ആദ്യം തന്നെ ചോദിക്കുന്നത് നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടോയെന്നാണ്. നമ്മൾ ബുക്ക് ചെയ്തെന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ഇല്ല, എങ്കിലും അതിനെല്ലാം കമ്മീഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരിട്ടാണ് എല്ലാം ബുക്ക് ചെയ്തേക്കണേ. അപ്പോൾ തന്നെ നമുക്ക് 120 ബാത്ത് കുറവും കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ സാഞ്ചർ ഓഫ് ട്രൂത്തിലെ വിശേഷങ്ങൾ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.